ബൈശുപാർശ ലഭിച്ച കുറച്ച് ഓഹരികളെ പരിചയപ്പെടാം. 30% നേട്ടം പ്രതീക്ഷിക്കുന്ന 2 ഓഹരികളെ കുറിച്ച് ആദ്യം മനസ്സിലാകാം. പ്രമുഖ IT കമ്പനിയായ ടെക് മഹീന്ദ്രയാണ് അതിലൊന്ന്. പ്രമുഖ ബ്രോക്കറേജായ CLSA ആണ് ഓഹരിക്ക് ബൈശുപാർശ നൽകുന്നത്. 2027 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 15% എബിറ്റ് മാർജിൻ കൈവരിക്കാനാണ് കമ്പനിയുടെ ശ്രമം. ROCE 30% ആക്കാനും ലക്ഷ്യമുണ്ട്. ഇൻഡസ്ട്രി ആവറേജിന് മുകളിൽ വരുമാന വളർച്ച കൈവരിക്കാനും ലക്ഷ്യമുണ്ട്. ഇതുവരെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ള ടാർഗറ്റ് കൈവരിക്കുന്നതിന് സാധിക്കുമെന്നാണ് CLSA വിലയിരുത്തുന്നത്. നിലവിലെ US താരിഫുമായി ബന്ധപ്പെട്ട ആശ്വാസകരമായ റിപ്പോർട്ടുകൾ വരുന്നതും ഇതിന് പിന്തുണയ്ക്കും. മാർച്ച് പാദത്തിൽ കമ്പനിയുടെ ലാഭം 19% വർദ്ധിച്ചിരുന്നു. 30 രൂപയാണ് ഫൈനൽ ഡിവിഡൻഡ് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഓഹരി വിപണിയിൽ 1600 രൂപയ്ക്ക് അടുത്ത് വ്യാപാരം ചെയ്യുന്ന ഓഹരി 2025 ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായ 3 മാസം ഇടിവിലാണ് തുടർന്നത്. ഏപ്രിൽ മാസം 6% കുതിച്ച ഓഹരി മെയ് മാസത്തിലും പോസിറ്റീവ് റിട്ടേൺ ആണ് ഇതുവരെയായി നൽകിയത്. വളർച്ചയെ മുൻനിർത്തി ഹൈ കൺവെൻഷൻ ഔട്ട് പെർഫോമൻസ് ആണ് CLSA നൽകുന്നത്. ഓഹരി 1976 രൂപയിലേക്ക് കുതിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ബ്രോക്കറേജായ LKP സെക്യൂരിറ്റീസ് 30%-ലധികം മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരി SJS എന്റർപ്രൈസ് ലിമിറ്റഡ് ആണ്. 3324 കോടി രൂപ വിപണി മൂലധനമുള്ള കമ്പനിയുടെ 4ാം പാദ ഫലങ്ങൾ മികച്ചതാണ്. പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റിൽ ഉണ്ടായ മുന്നേറ്റം അതിന് പിന്തുണ നൽകി. ഡൊമസ്റ്റിക് മാർക്കറ്റിലെ വരുമാനം 7% ഇയർ ഓൺ ഇയർ വർദ്ധിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ മൊത്തം പ്രകടനം വിലയിരുത്തുമ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് കാണാം. 45% ഇയർ ഓൺ ഇയർ വളർച്ചയാണ് വരുമാനത്തിലുണ്ടായത്. കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം 18%-ഓളം ഉയർന്നിട്ടുണ്ട്. ഇനി ഭാവിയിൽ പ്രീമിയമൈസേഷൻ കൂടുതൽ നടപ്പിലാക്കാനാണ് കമ്പനി ശ്രമിക്കുന്നത്. നെക്സ്റ്റ് ജനറേഷൻ എസ്തെറ്റിക് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ സെഗ്മെന്റിൽ വിപുലീകരിക്കാനാണ് ശ്രമിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം നെക്സ്റ്റ് ജെൻ പ്രൊഡക്റ്റുകളിൽ നിന്നുള്ള വരുമാനത്തിന്റെ 28% സംഭാവന ചെയ്തിട്ടുണ്ട്. ഹീറോ മോട്ടോകോപ്പിൽ നിന്നും ഓർഡറുകൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞത് കമ്പനിക്ക് വഴിത്തിരിവായി. എക്സ്പോർട്ടിലും വേൾപൂൾ പോലുള്ള ക്ലയന്റുകളിൽ നിന്നും മികച്ച പ്രതികരണമാണ് കമ്പനി കരസ്ഥമാക്കിയത്. അതായത് വിപണിയിൽ കമ്പനിയുടേതായ സ്ഥാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കമ്പനി വിജയിച്ചിട്ടുണ്ടെന്നർത്ഥം. ഇത്തരം പോസിറ്റീവ് ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് അടുത്ത 12 മാസ കാലയളവിലേക്ക് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില 1406 രൂപയാണ്. ഓഹരി വിപണിയിൽ 2024 മെയ് മാസം മുതൽ തുടർച്ചയായ മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തിയിരുന്നു. ഡിസംബർ തൊട്ടുള്ള 3 മാസങ്ങൾ ഇടിവിലേക്ക് വീണ ഓഹരി വീണ്ടും റിക്കവറി പ്രകടമാക്കുന്നുണ്ട്. മെയ് മാസത്തിൽ ഇതുവരെയായി 14% മുന്നേറ്റമാണ് ഓഹരി പ്രകടമാക്കിയത്. ആനന്ദ് റാത്തിയിലെ അനലിസ്റ്റുകൾ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരി മോയിൽ ലിമിറ്റഡിന്റെയാണ്. നിലവിൽ 340 രൂപയിൽ തുടരുന്ന ഓഹരി 400 രൂപയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. 4ാം പാദത്തിൽ കമ്പനിയുടെ ലാഭം 27% വർദ്ധിച്ചത്. വരുമാനത്തിലും 4% മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മോയിൽ ലിമിറ്റഡ് ഇപ്പോൾ 1 രൂപ 61 പൈസ ഡിവിഡൻഡായി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലാണ് ഓഹരി 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞത്. 2024 ജൂൺ മുതൽക്ക് ഓഹരിയിൽ ഈ ഇടിവ് കണ്ടിരുന്നു. എന്നാൽ ഈ മാസം 8% മുന്നേറ്റം ഓഹരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചോയ്സ് ബ്രോക്കിംഗിലെ അനലിസ്റ്റുകൾ 25%-ഓളം മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ഓഹരി സൊമാനിഡ് സെറാമിക്സ് ആണ്. 549 രൂപയാണ് ഓഹരിക്ക് ബൈശുപാർശ നൽകുമ്പോൾ നൽകുന്നത്. സൊമാനിയുടെ ലാഭം 30% ഇടിവാണ് രേഖപ്പെടുത്തിയത്. സെയിൽസ് 5%-ഓളം വർദ്ധിച്ചിട്ടുണ്ട്. ഓഹരി വിപണിയിലും കനത്ത ഇടിവ് നേരിട്ട ഓഹരിയാണ് സൊമാനി സെറാമിക്സിന്റേത്. ഈ വർഷം ജനുവരിയിൽ 20% ഇടിവാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ മാസം 7% പോസിറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. റിക്കവറി ഉണ്ടാകുമെന്ന് ബ്രോക്കറേജ് വിലയിരുത്തുന്നു. BNP പരിബാസ് വോൾട്ടാസിന്റെ ഓഹരികൾക്കും 26% മുന്നേറ്റം പ്രതീക്ഷിക്കുന്നു. 1565 രൂപയാണ് നൽകുന്ന ടാർഗറ്റ് വില. വോൾട്ടാസിന്റെ ലാഭം 108%-ആണ് വർദ്ധിച്ചത്. വരുമാനം 14% ഉയർന്നപ്പോൾ EBITDA 75%-ന്റെ ശക്തമായ വർധനവും രേഖപ്പെടുത്തി. 7 രൂപയാണ് ഡിവിഡൻഡായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനുവരിയിൽ 30%-ഓളം ഇടിഞ്ഞ ഓഹരിയാണ് വോൾട്ടാസിന്റേത്. ഏപ്രിലും 16%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് ഓഹരി നൽകിയത്. ഫെബ്രുവരിയിൽ 1135 രൂപയിലേക്ക് ഓഹരി കൂപ്പുകുത്തി. ഈ ട്രെൻഡിൽ മാറ്റം ഉണ്ടാകുമെന്നും ബ്രോക്കറേജ് അനുമാനിക്കുന്നു.